ശ്രീ എൻ പിയേഴ്സൺ, LDFിൻ്റെ പട്ടിക പുറത്തു വന്നപ്പോൾ ഏതാനും ചില പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് താങ്കൾ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഈ അൻവറിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ പി ജയരാജൻ്റെ കാര്യത്തിൽ താങ്കൾ ഇങ്ങനെ ചില എതിർപ്പ് പറഞ്ഞിരുന്നു. ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിൽ ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ എതിർപ്പ് പറഞ്ഞിരുന്നു. പിന്നെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ അതും താങ്കളുടെ ഒരു എതിർപ്പ് ആ സമയത്ത് പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ UDFിൻ്റെ പട്ടിക 12 പേരുടെ പട്ടിക പുറത്തു വന്ന സമയത്ത് ഏത് പട്ടികയാണ് താങ്കൾ താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച് നിൽക്കുന്നത്? അല്ല, പട്ടികയുടെ താരതമ്യത്തിനേക്കാൾ ഉപരി UDF ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാതലെന്ന് താങ്കൾ സൂചിപ്പിച്ച മഞ്ജുഷ പ്രധാനമായിട്ട് പറഞ്ഞത് തമ്മിലടിച്ച് കലമുടക്കുകയാണെന്നുള്ള ചോദ്യമാണ്. അത് വളരെ പ്രസക്തമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് വലിയ തോതിൽ സംസാരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം എന്നുവെച്ചാൽ ഒട്ടും ഗൗരവമല്ലാതെ ഇത് കാണുകയും എല്ലാ കാലത്തും ശ്രീ പന്തളം സുധാകരൻ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ട്, കുറേ ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സന്ദേശമല്ല കേരളത്തിലെ വോട്ടർമാർക്ക് UDF മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിലിപ്പോൾ BJP ഒരു ഗാർബേജ് ബാൻ പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിച്ചെറിയുന്ന ആളുകളെ തങ്ങളുടെ വാനിൽ കയറ്റും എന്ന നിലക്കാണ് ഓരോ ദിവസം. ഇപ്പോൾ KS രാധാകൃഷ്ണൻ കോൺഗ്രസ് ചുമന്നു നടന്നിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പോയി ആലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ടോം വടക്കൻ കഴിഞ്ഞ ദിവസം BJPയിൽ ചേക്കേറി. ഈ ഒരു സാഹചര്യത്തിലാണ് തോമസ് മാഷ് ഞാൻ BJPയിൽ പോകും എന്ന സന്ദേശം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ മൗനം അവലംബിക്കുകയും ഒരു ദിവസക്കാലം ഏതാണ്ട് കോൺഗ്രസ് നേതാക്കളെ മുഴുവനും മുൻമുനയിൽ നിർത്തുകയൊക്കെ ചെയ്ത്. ഇത്തരത്തിലുള്ള സന്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ചോദിക്കും. നേരത്തെ പത്മകുമാർ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ടുള്ള വാർത്തകളാണുള്ളത്. അത് സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ഒരു നിലപാടുണ്ടാവണം. ആ നിലപാട് ശരിയല്ല എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അന്വേഷിച്ചു പോകേണ്ടത്. അല്ലാതെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിന് തന്നെ നെറിവുകേടിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. അതൊരിക്കൽ പോലും കേരളത്തിലുണ്ടാകാൻ പാടില്ല എന്ന് ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ചുമതല. അല്ലാതെ BJP അങ്ങനെ ചെയ്യുന്നുണ്ട്, CPM അങ്ങനെ ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കിതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന വൃത്തികെട്ട സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് കേരളത്തിൻ്റെയും അതുപോലെ ഇന്ത്യയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നയസമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നയസമീപനങ്ങൾ എതിർക്കാം. അല്ലാതെ സീറ്റ് കിട്ടാതെ ഒരുത്തൻ ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് പോകുന്നതിനെ ന്യായീകരിച്ച് ഒരു രാഷ്ട്രീയ നേതാവും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും നൽകാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം ഉണ്ടാകുക. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയമാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തോമസ് മാഷിന് മത്സരിക്കേണ്ടതില്ല എന്ന് നേരത്തെ അവർക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ തീരുമാനിക്കാൻ കഴിയാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തോമസ് മാഷിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ തോമസ് മാഷ് കളിക്കുകയും ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പല കോൺഗ്രസ്സുകാർക്കും അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ പറ്റാതെ വരികയും ചെയ്യും എന്ന് അവരുടെ മുൻകാല അനുഭവങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് മാഷിന് വെട്ടിമാറാൻ ഇട കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ വെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അതിലാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സങ്കടമുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സങ്കടമാണ് അദ്ദേഹം പ്രകടമാക്കിയത്. പക്ഷേ മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് തന്നെക്കുറിച്ച് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള അവസരം കൊടുക്കാനായിട്ട് ഒരു ദിവസം സ്വാഭാവികമായിട്ടും അദ്ദേഹം നൽകാൻ പാടില്ലാത്തതായിരുന്നു. ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നുള്ള സന്ദേശം അദ്ദേഹം നൽകിയാൽ പോലും ഞാൻ BJPയിലേക്ക് പോകും എന്ന സന്ദേശം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ രാഷ്ട്രീയ മൗനമോ അല്ലെങ്കിൽ പ്രവൃത്തിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാരണം കോൺഗ്രസ് എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ നൽകുന്ന സന്ദേശം? KS രാധാകൃഷ്ണൻ ഇപ്പോൾ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാണ്. ടോം വടക്കൻ ഏതെങ്കിലും ദിവസം അടുത്ത ദിവസം BJPയുടെ മറ്റൊരിടത്ത സ്ഥാനാർത്ഥിയോ ഇനിയും കോൺഗ്രസ് നേതാക്കളെ BJP സ്ഥാനാർത്ഥിയാക്കും എന്ന നിലക്കുള്ള സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് UDF എത്തി നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എൻ പിയേഴ്സൺ, അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനം അതിൽ അപാകതയുണ്ടോ? KV തോമസിനെ എറണാകുളത്ത് മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം, അദ്ദേഹത്തിൻ്റെ അമർഷം നമ്മൾ ചർച്ച ചെയ്തു. അദ്ദേഹം BJPയിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മൗനം പാലിക്കുകയല്ല ചെയ്തത്, ഞാൻ ആലോചിച്ചിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു രാത്രി മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ
സംശയത്തിന് നിഴലിൽ നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എറണാകുളത്ത് KV തോമസിന് പകരം മറ്റൊരാളെ ഹൈബി ഈഡനെ കൊണ്ടുവരുന്നതിലൂടെ ശരിയായ തീരുമാനം നേതൃത്വം എടുത്തു എന്നാണോ? അല്ല, തീർച്ചയായിട്ടും പുതിയ സ്ഥാനാർത്ഥികൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥികളാണ്. തോമസ് മാഷാണെന്ന് വെച്ചാൽ നിരവധി വർഷമായിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ മുഖമാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിനോടുള്ള മടുപ്പ് എനിക്ക് തോന്നുന്നു അവരുടെ പ്രധാനപ്പെട്ട MLA-മാരെല്ലാം തന്നെ, ഇവിടെ 4 MLA-മാരാണ് അവർക്കുള്ളത്. സതീശനായാലും അതേപോലെ സജീന്ദ്രനായാലും റോണിയം ജോണായാലും അതേപോലെ തന്നെ അൻവർ സാദത്തായാലും ഇവർ 4 പേരും അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മണ്ഡലത്തിലെ പ്രമുഖമായിട്ടുള്ള 4 MLA-മാർ, സിറ്റിംഗ് MLA-മാർ അദ്ദേഹത്തിന് അനുകൂലിക്കാത്തതായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പൊതുവെ അദ്ദേഹം മാറണം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ എക്കാലത്തും മറികടന്നായിട്ടുള്ള ഒരു അനുഭവമാണ് തോമസ് മാഷ് ഉണ്ടായിരുന്നത്. കാരണം ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ് തൻ്റെ മത്സര സ്ഥാനാർത്ഥിത്വം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസമാണ് പെട്ടെന്ന് ഉടഞ്ഞു പോയത്. ആ ഉടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നാക്കിയവർ മാറ്റിയതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കളികളിലൂടെ ഇവരുടെ പലതരത്തിലുടെയും സ്ഥാനങ്ങൾ തെറിച്ചു പോകും എന്നുള്ള ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് മാറ്റാം, പക്ഷേ മാറ്റുമ്പോൾ അത് മര്യാദയോടുകൂടി ആയിരിക്കണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് പ്രവർത്തകരുടെ ഇടയിൽ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. മര്യാദകൾ വേണ്ടി ഒരു ശബ്ദവും എറണാകുളത്ത് ഉയർന്നില്ലല്ലോ. ഇങ്ങനെ ഒരാളെ മാറ്റുമ്പോൾ, മുതിർന്ന ഒരു നേതാവിനെ മാറ്റുമ്പോൾ സാധാരണ കാണുന്ന ഒരു പ്രതിഷേധമുണ്ടല്ലോ, അത് എറണാകുളം മണ്ഡലത്തിൽ ഒരിടത്തും കണ്ടില്ലല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും തന്നെ അദ്ദേഹം മാറ്റണമെന്ന് ആവശ്യക്കാരായിരുന്നു. അവർ മുൻകൂട്ടി നടപ്പിലാക്കിയാൽ ഇത്തരത്തിലുള്ള അപകടമുണ്ട് എന്ന് കരുതി അവർ പെട്ടെന്ന് വെട്ടിവീഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അടിസ്ഥാനപരമായ കാരണം. ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ഒരേ അഭിപ്രായക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം എടുത്തിരിക്കുന്നതായിട്ടുള്ള തീരുമാനം നല്ല തീരുമാനമായിട്ട് അങ്ങനെ വരുമ്പോൾ മികവുള്ള പട്ടികയാണ്. LDFന്റെ പട്ടികയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മികവാർന്ന പട്ടിക തന്നെയാണ് കോൺഗ്രസും ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്നത്. അല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഇടതുപക്ഷം ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഞാൻ നേരത്തെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ എനിക്കുള്ള ചില നിരീക്ഷണങ്ങളും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ സൂചിപ്പിച്ചിരുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥികൾ അവർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം ജയസാധ്യത മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ആ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം മണ്ഡലത്തിൽ P. രാജു മത്സരിക്കാൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു എന്ന് ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനും ശക്തനായിട്ടുള്ളൊരു പാർലമെൻറ്റേറിയനെ അവതരിപ്പിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള അവകാശം അത് അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമ്പോൾ അതിനെ എതിർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയ്ക്ക് കൂടുതൽ ആവേശം നൽകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന ചുമതലയാണ് എറണാകുളം മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വം നിർവഹിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മത്സരം വളരെ ശക്തവും അതേപോലെ തന്നെ തീവ്രവുമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. താങ്കൾ എറണാകുളത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ പറയുന്നത്, മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പോൾ കാസർഗോഡ് പോലും ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേദിയാക്കുവാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ഒരു നേതാവിനെ അവിടെ അവതരിപ്പിക്കുന്ന വഴി അവിടെയും പ്രാദേശികമായ എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അല്ല തീർച്ചയായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താനെ വളരെ നേരത്തെ അവർക്ക് വേണമെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ വരുന്നത്, അതൊന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവസാന നിമിഷത്തിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും കാസർഗോഡും ഉണ്ടാവും. ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളത് പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തിൻ്റെയും പ്രാദേശികമായിട്ടുള്ള അണികളുടെയും കൂടി ആവശ്യമായി നിൽക്കുകയും അവരതിനോട് പൊരുത്തപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എണ്ണയിട്ട ഒരു യന്ത്രത്തെ പോലെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു ഇനി എന്നുള്ളതാണ്. ശരി, ഞാൻ